ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നു. ഞങ്ങളുടെ വീട്ടിലൊരു ഫാമിലി ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ച് കൊടുത്തു വിടാം. ഞാൻ ഇച്ചിരി ചോറും ഒരു തോരൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ സ്പെഷ്യലായിട്ടൊന്ന് എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി. ഞാൻ എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കി. ആ സാമ്പാർ ഉണ്ടാക്കിയത് എങ്ങനെയാണ് കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കി വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, ഇത് ഞാനൊരു അരക്കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം അത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ടുണ്ട്. ഞാൻ നമുക്ക് വേണ്ടി അല്പം ചോറും ഒരു അമരക്ക തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഈ സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എളുപ്പത്തിൽ അല്പം കൂടി ചോറ് ഉണ്ടാക്കി വയ്ക്കാം. അതേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് പരിപ്പ് കഴുകിയെടുക്കുകയാണ്. പരിപ്പ് കഴുകിയിട്ട് കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണേ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനിത് ഒരു തുള്ളി കുക്കിങ്ങിൽ ഇത് ഒഴിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വരുമ്പോഴത്തേക്കും പ്രഷർ വരുമ്പോഴത്തേക്കും പൊങ്ങിക്കളയത്തില്ല. ഇത് അല്പം പുളി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് വേകുമ്പോഴത്തേക്കും ഒറ്റ വിസിൽ വേഗം നമുക്ക് അപ്പോഴത്തേക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഒരു മുരിങ്ങക്ക, ഒരു സവാള, അല്പം കുമ്പളങ്ങ, അമരക്ക ഉണ്ട് അതിനകത്ത്. അക്കത്തിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവർക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് വേണം. നല്ലതാണിത്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്കത് ഉണ്ടാക്കി കഴിക്കാം. ഈയിടെയായിട്ട് സ്പീഡൊക്കെ എനിക്ക് ഇച്ചിരി കുറവാണ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ. ഇന്നിപ്പോൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയേ പറ്റത്തുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കും വേണം. നമുക്ക് കൂടുതൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ചും ഗസ്റ്റൊക്കെ വരുമ്പം പിന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്ക് ഏറെ ഇഷ്ടവും. ഈ പൊട്ടറ്റോ ഇന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല മാതിരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ വളരെ സാവധാനമേ ഉണ്ടാക്കുള്ളൂ. ഇന്നിപ്പോൾ എളുപ്പത്തിൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാനങ്ങ് സ്പീഡ് കൂട്ടി ഉണ്ടാക്കുവാണേ. ഓക്കെ, വിസിൽ വരാറായിട്ടുണ്ട്. വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. മുറിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് 2-3 തവണ വെള്ളത്തിൽ ഒന്ന് നല്ല മാതിരി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വിസിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ അടപ്പ് തുറക്കാൻ പറ്റി. കണ്ടോ, ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ വേകുമ്പോൾ സാമ്പാർ പരിപ്പ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് വേകാൻ വേണ്ടിയിട്ട് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കണം. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം കായം ചേർക്കുന്നുണ്ട്, ചെറിയൊരു പീസ്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസിൽ അല്പം ഉപ്പ് പിടിക്കണ്ടായോ. പിന്നെ ആവശ്യത്തിനുള്ള പിന്നീട് നമുക്ക് ചേർക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇളക്കിയിട്ട് കുക്കർ നല്ല മാതിരി അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒറ്റ വിസിൽ വരും കേട്ടോ. ഇതെപ്പോൾ പെട്ടെന്ന് വിസിൽ വരും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു. ഇനി വെണ്ടയ്ക്ക നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. അത് അടപ്പ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് വെണ്ടയ്ക്ക ഇടാം. ടൈം എത്രയെന്ന് അറിയാൻ ഇടയ്ക്കിടെ സ്റ്റോപ്പിലേക്ക് നോക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് ആവിങ്ങെത്താൻ. എളുപ്പത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം, തിളപ്പിക്കണം, കടുവറക്കണം. ഇങ്ങനെയൊക്കെ പണിയുണ്ട്. വെണ്ടയ്ക്ക കഴുകി ഇടുന്നത്. ഇനി അത് ഒന്ന് അടച്ചു വയ്ക്കത്ത്, വെറുതെ കുക്കറിനകത്ത് ഒന്ന് നല്ല മാതിരി ഒന്ന് അടച്ചു വയ്ക്കും. ടൈറ്റാക്കി അടച്ചു വയ്ക്കുമ്പോൾ തനിയെ ആ ചൂടിനെ തിരുന്നത് വെന്തോളൂ കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊന്ന് പോയി കറിവേപ്പില എടുത്തിട്ട് വരട്ടെ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില എടുത്തിട്ട് നല്ല വീട്ടിൽ തിളപ്പിക്കാനുമ്പോൾ നല്ല ഒരു മണം കിട്ടും സാമ്പാറിന്. വേപ്പില എടുത്തുകൊണ്ട് വന്ന് കുക്കർ തുറന്ന് നോക്കിയപ്പോൾ വെണ്ടയ്ക്ക നല്ല മാതിരി വെന്തിട്ടുണ്ട്. നല്ല മാതിരി എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ,
അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. ഞാൻ ആദ്യമായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി എരിവ് വേണമെന്നുള്ളവർക്ക് ആ രീതിയിൽ കൂടുതൽ ചേർക്കാം. ഞാൻ പുതിനാൻ വെച്ച് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കൂടി ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണം. കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ഈ മാർക്കറ്റിൽ കിട്ടുന്ന മസാല പൊടികളൊന്നും ചേർക്കത്തില്ല, സാമ്പാർ പൊടിയൊന്നും ചേർക്കത്തില്ല കേട്ടോ. വീട്ടിലത് മാത്രമേ ചേർക്കുന്നത്. ഇപ്പം പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സാമ്പാറൊന്ന് ലൂസാക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് എത്ര തിക്നെസ് വേണം അതനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെറുതെ ഒന്ന് അറിയാമല്ലോ, മൂടി വെറുതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അത് തിളപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തേക്കണേ. ഞാൻ ആദ്യം അല്പം ഉപ്പിട്ടതല്ലേ ഉള്ളൂ, വെജിറ്റബിൾസ് ഇട്ടപ്പോൾ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല മാതിരി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നല്ല കായത്തിൻ്റെ മണമൊക്കെ ഉണ്ട്. സാമ്പാർ നല്ല മാതിരി തിളച്ച് തുടങ്ങി കേട്ടോ. എളുപ്പത്തിൽ കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപാടിയിൽ കടുവറുക്കലായി. ഉള്ളി അരിഞ്ഞിട്ടു, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഒരു വറ്റൽമുളക് ഇട്ടു, എല്ലാം കൂടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഉലുവാപ്പൊടി ചേർത്തേ. ഇത് കായത്തിൻ്റെ പൊടിയാണ്. കായപ്പൊടിയും കൂടി ഞാൻ കടുക് ഇറക്കുമ്പോൾ കായപ്പൊടി ചേർക്കും. നല്ല മാതിരി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം അല്പം ഓരോരോ പിഞ്ചോളം ഞാൻ ചേർക്കുന്നുണ്ട്. അത് നല്ലോണം അത് ഓഫ് ചെയ്തിട്ടേ ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ലാസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കണം. എന്നിട്ട് സാമ്പാറിലേക്ക് എടുത്തിട്ട് ഫിനിഷ്ഡ്. അപ്പം നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. എല്ലാം വരാറായി, ഗസ്റ്റ് വരാറായി. ഇതെല്ലാം ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. സാമ്പാറായി, തോരൻ, അമരയ്ക്ക തോരൻ, ഒരു മുട്ടയും കൂടി ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം കേട്ടോ. ഓക്കേ.